വെള്ളം കുടിച്ചിനോൽക്കും സർക്കാരിന്റെ കുണ്ടും കുയ്യുള്ള റോഡ് ഉപയോഗിച്ചിനോൽക്കും ഒക്കെ സർക്കാരിന്റെ പറ്റും. കല്യാണം കഴിച്ചാൽ നേരത്ത് പെണ്ണും ചെക്കനും സർക്കാർ ജോലി ഉള്ളത് തന്നെ ആകും വേണം. എന്നാല് ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ സർക്കാരിൻ്റെതൊക്കെ പറ്റണേ. മുന്നത്തെ കീസേൽ തന്നെ 2000ന്റെ നോട്ട് ഇട്ടണേ, കൈമല് ടിസോട്ടും റാഡോയും കെട്ടണേ ചില ഡാഡിമാർക്കും, ചെരുപ്പടിമലന്റെ ഉയരമുള്ള ചെരുപ്പിടണേ ചില മമ്മിയക്കും. കുട്ടികളെ നാട്ടിലെ സാധാ സ്കൂളിൽ ചേർത്തണ കാര്യം പറയുമ്പോ മാത്രം ഇവൽക്കൊരു കൊഞ്ഞനം കുത്തല. എന്നാ ദാറ്റ് മനുഷ്യന്മാര് ഓടിട്ട വരാന്തള്ളേ, ഞമ്മളൊക്കെ പഠിച്ച ചെറുവയറും ചോറും ഉള്ളേ, കുഞ്ഞോളു ലവ് കുഞ്ഞോന് നെയ്തിയ ബെഞ്ചുള്ളേ, കുഞ്ചു കുലുങ്ങാത്ത കോയിമുട്ടിയും വെള്ളം ചേർക്കാത്ത പാലും ഉള്ളേ, മാസില്ലാത്തപ്പോ പേരെഴുതാൻ പറയണേ, അസംബ്ലിയിൽ കുട്ടികൾ തല മിന്നി വീണേ. ആ പഴയ സ്കൂളല്ല ഇപ്പത്തെ സർക്കാർ സ്കൂള്. ഇപ്പൊ ഒക്കെ ഹൈടെക് ആയിന്, പൊളി സാനായിന്. ഇപ്പത്തെ കാലത്ത് പെണ്ണുങ്ങൾ പറയും, കെട്ടിയോൻ കേക്കും. തൊട്ടപ്പുറത്തുള്ള കുട്ടി ഏത് സ്കൂളാ പഠിച്ചിരുന്നത്? ആ കുട്ടി പോണ സ്കൂളത്തെ ബസ്സിന്റെ 4 ടയറിനേക്കാളും ഏറെ ടയറുള്ള സ്കൂളില്, AC ഉള്ള സ്കൂളില് ഞമ്മളെ കുട്ടീനെ ചേർത്തണമെന്ന് ഓളങ്ങോട്ട് പറയും. ഓള് പറയണതും കേട്ട് ഇവൻ ഡൊണേഷൻ ഉള്ള സ്കൂളിൽ പോയാണ്ട് കുട്ടീനെ അങ്ങോട്ട് ചേർത്തും. പിന്നെ തിരിണയിനും മറിണയിനും ഒക്കെ മാസാമാസം കരണ്ടും ബില്ല് വരുന്ന മാതിരി ഫീസോട് ഫീസ്. ആകെ അടങ്ങറാവും. എന്നാ അതിനൊന്നും നിക്കണ്ട, നിങ്ങളെ തൊട്ടടുത്തുള്ള സാധാ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താല് ചേർക്കാൻ നേരത്ത് ഒപ്പിടാൻ അറിയണ വല്യാപ്പേ, ബാപ്പേ, ഉമ്മേ, വെല്ലിമ്മേ, അച്ഛനോ അച്ചച്ചനോ അമ്മേ അച്ചമ്മേ ആരാ ഉള്ളതെന്ന് വെച്ചാല് വട്ടത്തിലിടണേ ആൾക്ക് തിരിയാത്ത നട്ടം തിരിയണ ഒരു ഒപ്പിടാൻ അറിയെങ്കിൽ അതങ്ങോട്ട് ഇട്ട് കുട്ടീനെ അവിടെ ചേർത്തിയ പിന്നെ ഒരു ഫീസും കൊടുക്കണ്ട. പഠിച്ചാനുള്ള ബുക്കും യൂണിഫോമും വെറുതെ കിട്ടും. അന്ന് 1990 കാലത്തെ ചെറുവയറും ചോറും നല്ലപ്പോ സ്കൂളില് മുരിങ്ങാക്കോല് കുത്തനെ നിക്കണ സാമ്പാറ്, കടല, ഉള്ളിന്റെ കുതിരത്തായ തൈര്, പയറ്, അച്ചാറ്, ഷാലിൻസോയനെ പോലുള്ള സോയാബീന്, പ്രോട്ടീന്റെ പ്രൊട്ടക്ഷനായ പാലും, സ്കൂള് പൂട്ടാൻ നേരത്തുള്ള അരിയും, NPC, NSS, SPC, തലയിൽ തൊപ്പിയും വെച്ച് ബഹർമോട്ട് പീച്ചേമുട്ട് അടിച്ചിന സ്കൗട്ടും, തൈക്കോണ്ട, പല ജാതി സ്കോളർഷിപ്പുകൾ, പുട്ട് തിന്നോന് വരെ എറിയാൻ ഷോർട്ട് പുട്ടുള്ള സ്പോർട്സും, മലങ്കുറവന്റെ പാട്ടുള്ള നാടോടി നിർത്തുള്ള ആർട്സും, അടിച്ചാലുള്ള കമ്പ്യൂട്ടർ ലാബും, മനസ്സിൽ സ്നേഹമുള്ള വിവരമുള്ള മാഷുമാരും ടീച്ചർമാരും, കട്ടട്ട മുറ്റും, ടൈൽസ് ഇട്ട ക്ലാസും, ഡസ്റ്ററോണ്ടുള്ള ഏറും, ചോക്കോണ്ടുള്ള ഏറും, പുളിയച്ചാറ് ഊമ്പിയുള്ള ആ നിർത്തും, നാടൻ തള്ളുകളും, യൂണിഫോമിന്റെ സിബ് പോയി മാസ്റ്റേ, കുപ്പായത്തിന്റെ കുടുക്ക് പോയി മാസ്റ്റേ എന്നൊക്കെ ഉള്ളേ. ഇതിലും വലിയ നുളകള് എവിടുന്നഞ്ഞ് കിട്ടുക? ഇതിലും വലിയ ആൾക്കാരൊക്കെ ഞാൻ പഠിപ്പിച്ചതാടാന്നുള്ള മാഷുമാരുടെ ഡയലോഗും, ആതിരപ്പിള്ളിക്കും വായച്ചാൽക്കും പോവാനുള്ള ടൂറും, ഇതൊന്നും വേറെ എവിടെയും കിട്ടൂല. ഒരു ബെഞ്ചിമേലിരുന്ന് ഇർഫാന്റെ അടുത്ത പെരുന്നാൾ കൂടാൻ ജോണ് വന്നതും ഇവരെല്ലാരും കൂടി വിഷ്ണുവിന്റെ വിഷു കൂടാൻ പോയതും ഈ ആത്മബന്ധമൊക്കെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. എന്നാലേ സ്പെഷ്യൽ ഫീസ് ഇല്ല, ട്യൂഷൻ ഫീസ് ഇല്ല, അഡ്മിഷൻ ഫീസ് ഇല്ല, കീസ കാലിയാക്കണ ഡൊണേഷനും ഇല്ല. 5 പൈസ കൊടുക്കാതെ കിട്ടുന്ന വിദ്യാഭ്യാസം, സമൂഹത്തിന് ഉപകാരമുള്ള അഭിമാനമാകണേ നാളത്തെ താരോദയങ്ങളാകണ മക്കളാക്കി നിങ്ങളെ മക്കളെ വളർത്താന് കീസ കാലിയാകണ ഡൊണേഷൻ ഒന്നും കൊടുക്കണ്ട. നിങ്ങളെ തൊട്ടടുത്തുള്ളേ ഞമ്മളൊക്കെ പഠിച്ചേ ആ പണ്ടത്തെ കാലം തൊട്ടേ മതേതരത്വം നിലനിൽക്കണേ ഞമ്മളെ നാട്ടിലെ സാധാ സ്കൂളുകളിൽ നിങ്ങളെ കുട്ടികളെയും ചേർത്തുകൂടി.